ഹായ് ഡിയേഴ്സ്, അബേരി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ ചൂരമീൻ വാഴയിലയിൽ പൊള്ളിച്ചതാണ് കേട്ടോ. അങ്ങനെ ആരും ചൂരമീൻ പൊള്ളിച്ച് കഴിക്കാറില്ല. പക്ഷേ നമ്മൾ ഇത്തവണ ഒന്ന് വെറൈറ്റിക്ക് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. സംഭവം സൂപ്പറാണേ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് സൺഡേ മോർണിംഗിലെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ശനിയാഴ്ച വൈകിട്ട് ഇലയപ്പം ഉണ്ടാക്കിയ വീഡിയോ ലൈവിൽ കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഇലയുടെ ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് ദോശയുടെ മാവിരുന്നാണ് ദോശ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ദോശ തികയാൻ ഉണ്ടായിരുന്നില്ല. അത് കാരണം ചപ്പാത്തിയുടെ പാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പം ചപ്പാത്തി ചുട്ടു. പിന്നെ കറി കടലക്കറി ആയിരുന്നു കേട്ടോ. ശനിയാഴ്ച വൈകിട്ട് ചൂര വാങ്ങിയായിരുന്നേ. അപ്പോൾ ചേട്ടായി പറഞ്ഞാൽ നമുക്ക് ചൂര വാഴയിൽ പൊള്ളിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് മസാല തീർന്നു തന്നെ മസാലക്കൂട്ട് വാങ്ങിയിട്ട് ഞാൻ ചൂടാക്കാൻ വെച്ചേക്കുന്നതാണ്. അങ്ങനെ ഇത് മെയിനിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കുറച്ച് നേരം വെച്ചിരുന്നേ. അത് കഴിഞ്ഞിട്ട് പാൻ ചൂടാക്കി അതിൽ എണ്ണയൊക്കെ ഒഴിച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മൾ മീൻ വറുത്തെടുത്തു. മുറ്റത്ത് ഇഷ്ടംപോലെ വാഴയുള്ളത് കാരണം വാഴയിലേക്ക് പഞ്ഞില്ല കേട്ടോ. അങ്ങനത്തെ വാഴയിലേക്ക് വെട്ടിക്കൊണ്ട് വന്നിട്ട് വാഴയിലേക്ക് ഒന്ന് വാട്ടിയെടുത്ത് കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് സവാള, തക്കാളി, പച്ചമുളക് ഒക്കെ ഇട്ട് ഉപ്പും എന്താ പറയുക മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് വാട്ടി എടുത്തിട്ട് അതിലേക്ക് ഇച്ചിരി ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് മിക്സാക്കി അതിൻ്റെ ഗ്രേവി അതായത് ചാറ് പറ്റിച്ചെടുത്ത് കേട്ടോ. ഇതിൽ മീൻ ഇട്ടില്ലെങ്കിലും നമുക്കിത് കൂട്ടി ചോറുണ്ട നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനത്തെ അട്ടി ഇലയിലേക്ക് നമ്മുടെ ഈ ഗ്രേവിയൊക്കെ ഒന്ന് പരത്തി വെച്ച് കൊടുത്ത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുവാണേ. ഇങ്ങനൊരു വെറൈറ്റി ചെയ്ത് നോക്കാൻ തോന്നിയത് ചേട്ടായിക്കാണേ. ഇങ്ങനെയൊക്കെ വെറൈറ്റി സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നതിനൊന്നും അങ്ങനെ കുക്ക് ചെയ്യുന്നതിനൊന്നും ചേട്ടായിക്ക് ഒരു മടിയില്ല കേട്ടോ. അങ്ങനത്തെ ഉണ്ടാക്കിയ മസാല മീനിൻ്റെ താഴെയും മേളിലുമൊക്കെ ആയിട്ട് പുരട്ടി എല്ലാം ചേർത്ത് സെറ്റ് ചെയ്ത് വെച്ച് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് 2 കറിവേപ്പില തന്നെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ വാഴയില കെട്ടി വെക്കുവാണേ. അല്ലെങ്കിലും ഈ വാഴയില ഉണ്ടാക്കുന്ന എന്തിനും ടേസ്റ്റ് അല്ലേ. ഇപ്പം വാഴയിലയിൽ നമ്മൾ ഇലയുടെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ നമ്മൾ ചോറ് പൊതിഞ്ഞ് കഴിക്കാറുണ്ട്. അങ്ങനെ ഈ മീൻ പൊള്ളിക്കണത് ഒക്കെ ആണെങ്കിലും എന്ത് ടേസ്റ്റാണല്ലേ ആ വാഴയിലയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇതുപോലെ വാഴയിലയിൽ ചോറ് കൊണ്ടുവരുന്നിട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടം അതായിരുന്നേ. അതിനകത്തേക്ക് ഒരു മുട്ട പൊരിച്ചതും ചമ്മന്തിയും അച്ചാറോ തോരനോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് സൂപ്പറല്ലേ നമുക്കൊരു പുതുച്ചോറ് കഴിക്കാനായിട്ട്. അങ്ങനെ ദേ നമ്മൾ വാഴയില കെട്ടി വെച്ച് നമ്മളതൊന്നും ചെറിയ തീയിലിട്ടൊന്നും പൊളിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഇത് നമ്മളുടെ മസാല ചൂടാക്കാൻ വെച്ചിരുന്ന തണുപ്പൊക്കെ മാറി ഞാൻ പൊടിച്ചെടുത്തേ. അപ്പോൾ ഇത് ഇത്തവണ ഒരു ചെറിയ 2 പാക്കറ്റ് വാങ്ങിയിരുന്നത്. അത് കാരണം ഞാൻ പൊടിച്ചു വന്നപ്പോൾ കുറച്ചുണ്ടായിരുന്നുള്ളൂ. നല്ല ഉള്ളത് ഞാൻ കുപ്പിയിലേക്ക് പകർത്തി വെച്ച് കേട്ടോ. അങ്ങനത്തെ ഇനിയിപ്പോൾ മോരുകറി ഉണ്ടാക്കണം. അപ്പോൾ ചേട്ടായുടെ ഡ്യൂട്ടി മീൻ പൊള്ളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മോരുകറി വെക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ മോരുകറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ വലിയ വെളുത്തുള്ളി പൊളിക്കാൻ എനിക്കിഷ്ടം. പക്ഷേ ചെറിയ വെളുത്തുള്ളിക്കാണ് രുചി കൂടുതലെന്നെങ്കിലും അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ പൊളിക്കാൻ എളുപ്പം ഈ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ വാങ്ങുമ്പോൾ വലിയ വെളുത്തുള്ളി നോക്കി വാങ്ങിക്കാറ് കേട്ടോ. അങ്ങനത്തെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അവിടെ ഇരുന്ന് അങ്ങ് പൊളിച്ചേ അധികം നേരം നിൽക്കുമ്പോഴേക്കും മുട്ട് എനിക്കാൻ തുടങ്ങും. അതുകൊണ്ട് അവിടെ ഇരുന്ന് അങ്ങ് പൊളിച്ചിട്ടത് അതൊക്കെ കഴുകി ചതച്ചെടുത്ത് ഈ മോര് കാച്ചുവാണ് കേട്ടോ. ഇവിടെ മോരുകറി മിക്കപ്പോഴും പതിവാണ്. മോരുകറി ആകുമ്പം ഒഴിച്ചുകറിയായി 2 ദിവസത്തേക്ക് ഓടുകയും ചെയ്യും. പിന്നെ വാഴയിലയിൽ പൊളിക്കുന്നതായതുകൊണ്ട് ഒരു ഒഴിച്ച് കറിയായിട്ട് മോര് നോട്ടെന്ന് വിചാരിച്ചു. അങ്ങനത്തെ കറിവേപ്പിലയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടു നമ്മുടെ ഉലുവപ്പൊടിയും കായപ്പൊടിയൊക്കെ ഇട്ട് എന്നിട്ട് ഇളക്കിയെടുക്കുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് വന്നിട്ട് എനിക്ക് അഭിമോളാണ് വീഡിയോ എടുത്ത് തരുന്നത്. പിന്നെ രാവിലെ ദോശയും ചപ്പാത്തിയും ഒക്കെ ഉണ്ടായിരുന്നത് കാരണം ഇലയുടെ അധികം ചിലവായില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ചൂരമീൻ വാഴയിലയിൽ പൊള്ളിച്ചത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു മസാലയും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അഭിമോളാണെങ്കിൽ കട്ട വെയിറ്റിങ്ങിനായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അഭിമോൾക്ക് ഇങ്ങനത്തെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനത്തെ ഞങ്ങളെല്ലാവരും കൂടെ മോരുകറിയൊക്കെ കൂട്ടി നമ്മുടെ ചൂരമീൻ വാഴയിലയിൽ പൊള്ളിച്ചത് കഴിച്ചേട്ടോ. നല്ല ടേസ്റ്റാണ്. ആ ഗ്രേവിയും അതിൻ്റെ കൂടെ നമ്മുടെ ചൂരമീൻ എന്ന് പറയുമ്പം നല്ലൊരു ഫ്ലഷ് ഉള്ള മീനാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.